ഹലോ, ഞാൻ നിങ്ങളുടെ അയനമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു പുതിയ കഥയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിന്നത്തെ കഥയങ്ങ് കേട്ടാലോ. രാജേഷേ, നിനക്കെന്താ വീട്ടിൽ തിരിച്ചെത്താൻ എത്ര സമയം എടുത്തത്? അമ്മ എന്നോട് ചോദിച്ചു. എനിക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ടായിരുന്നു അമ്മേ, ഞാൻ പിറുപിറുത്തു. റെഡിയാകൂ, നിനക്ക് മമത ആൻറ്റിയുടെ വീട്ടിൽ പോകണം. ചില ഭാരമേറിയ കാര്യങ്ങൾ ഉയർത്താൻ അവൾക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഇല്ല, എന്നോട് ഉത്തരവിട്ടു. മമത ആൻറ്റി എൻ്റെ സ്വപ്നത്തിലെ സ്ത്രീ. മമത അമ്മായിയുടെ ഭർത്താവ് രാമൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിനാൽ അവൻ്റെ ഭാര്യ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ കമ്പനിയൊക്കെ ഉണ്ടാകും. ഞങ്ങളുടെ അടുത്ത് ഒരു അയൽപ്പക്കത്ത് കുറച്ച് കുടുംബം താമസിക്കുന്നതിനാൽ എൻ്റെ അമ്മ സന്തോഷവതിയായിരുന്നു. മമത ആൻറ്റി എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയായിരുന്നു. അവൾ എൻ്റെ അച്ഛൻ്റെ ഒരു അകന്ന കസിൻ സഹോദരിയായിരുന്നു. അവൾ താരതമ്യേന ചെറുപ്പമായിരുന്നു, ഏകദേശം ഒരു 30. അവളൊരു മധുര വ്യക്തിത്വവും ഹൃദയം കൊണ്ട് വളരെ മൃദുവായ വ്യക്തിയുമായിരുന്നു. കണ്ണുകൾക്കാണെ വളരെ ആകർഷണീയമായ സംഭവം എന്തോ ഉണ്ട്. അവളുടെ ഇളം തവിട്ട് നിറമുള്ള ചർമ്മവും ആ നീണ്ട കറുത്ത മുടിയും മധുരമുള്ള സൂക്ഷ്മമായ പുഞ്ചിരി ഒരു ഉയരം 5 ഉണ്ടാവും. മറ്റു കാര്യങ്ങൾക്കൊപ്പം അവളെൻ്റെ കണ്ണുകളിൽ നല്ലവണ്ണം ആ രീതി ഞാൻ കാണുമായിരുന്നു. അവളുടെ ഭർത്താവ് രാമന് അടുത്തിടെ ഒരു വലിയ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ലഭിച്ചു. ഒരുപാട് വിദേശയാത്രകൾ ചെയ്യേണ്ടി വരുന്നുമുണ്ട്. അങ്ങനെ മമത ആൻറ്റി ഇടയ്ക്കിടെ എൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് 6 മാസം മുമ്പ് അവർക്കൊരു നവജാത ശിശുവിന് ശേഷം വീടിന് ചുറ്റുമുള്ള ജോലികളിൽ അവളെ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന്. പോകുന്നതിൽ ഞാൻ എപ്പോഴും സന്തോഷവാനായിരുന്നു. കാരണം എല്ലാത്തിനും ഉപരി കുടുംബം എന്തിനു വേണ്ടിയാ പറയട്ടെ. ഞാൻ രാജേഷ്, 20 വയസ്സ്, എൻജിനീയറിംഗ് 2ാം വർഷം പഠിക്കുന്നു. ഞാൻ വേഗം കുളിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് മമത ആൻറ്റിയുടെ അടുത്തേക്ക് ബൈക്കിൽ കയറി. ഞാൻ അവളുടെ വീട്ടിൽ ബൈക്ക് നിർത്തി, അതായത് ഗേറ്റിനടുത്തേക്ക് നിർത്തി. എന്നിട്ട് ബെല്ലടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറന്നു. എന്നെ കണ്ട് പുഞ്ചിരിച്ച് എൻ്റെ സ്വപ്നത്തിലെ സ്ത്രീ മമത ആൻറ്റിയാണ് എന്നെ വരവേറ്റത്. മമത ആൻറ്റി ഇന്ന് വളരെ പ്രസന്നയായി കാണപ്പെട്ടു. അവളുടെ നീണ്ട മുടി ഒരു പോണിറ്റെയിൽ കെട്ടിയിരിക്കുമ്പോൾ അവളുടെ ആ ചില കൊമ്പുകളയച്ച് അവളുടെ നെറ്റി കെട്ടിപ്പിടിച്ച് ആ മുഖത്തൊരു ഭാവം നൽകി. അവൾ അതുപോലെ വളരെ സുന്ദരിയായി കാണപ്പെട്ടു. വെള്ള നിറത്തിലുള്ള സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു രാജേഷ്? മൃദുലമായ കൈകൊണ്ട് എൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു. നന്നായിട്ട് അമ്മായി, നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. എന്നോട് കൽപ്പിക്കുക, നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഞാൻ അവളെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദൈവമേ, അതെ, എനിക്കിന്ന് നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ്. രാമൻ ലണ്ടനിലേക്ക് പോയത് മുതൽ ഞാൻ എത്ര ബുദ്ധിമുട്ടിയെന്ന് നിങ്ങൾക്കറിയോ? കുഞ്ഞിനെ പരിപാലിക്കുകയും പാചകം ചെയ്യുകയും വൃത്തിയാക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തനിച്ചായിരിക്കാൻ വളരെ പ്രയാസമാണ്. ഇത്തവണ അവൻ പോയിട്ട് എത്ര നാളായി ആൻറ്റി? ഞാൻ ചോദിച്ചു. ഇത്തവണ ഒരു മാസത്തേക്ക്. അവളൊരു നെട്ടുവീർപ്പിട്ട് തുടർന്നു. ദൈവത്തിന് നന്ദി, എന്നെ സഹായിക്കാൻ ഞാനിവിടെ അടുത്തുണ്ടല്ലോ. അഭിനയം കേട്ട് അവൾ എൻ്റെ അരികിലെത്തി എന്നെ ഒന്ന് ഇതാക്കി. വളരെ ഇറുകിയ, വാസ്തവത്തിൽ അതൊക്കെ ഇങ്ങനെ ഉത്താരമായി അമർത്തുന്നത് എനിക്ക് വല്ലാതെ അനുഭവപ്പെട്ടു. ബ്ലൗസിലൂടെയും അതിലൂടെ
നോക്ക്, അവളുടെ നല്ലവണ്ണം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ റോസാപ്പൂക്കളുടെ മണം പരത്തുന്ന അവളുടെ മുടിക്ക് നല്ല മണമായിരുന്നു. അകത്തേക്ക് വരൂ രാജേഷേ എന്ന് മമത ആൻറ്റി പറഞ്ഞു. ഇന്ന് രാത്രി അത്താഴത്തിന് കുറച്ച് പച്ചക്കറികൾ മുറിക്കാൻ എന്നെ സഹായിക്കൂ. അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതിനാൽ ആൾക്ക് കുറച്ച് മുറിക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി അത്താഴത്തിന് നല്ല വെയിലുള്ള ദിവസമായതിനാൽ ഞാനും മമത ആൻറ്റിയും തുറന്ന വരാന്തയിലിരുന്നു. പച്ചക്കറികൾ അതാത് ട്രേകളിൽ സൂക്ഷിച്ച് ഞങ്ങൾ പരസ്പരം എതിരായിട്ടിരുന്നു. പച്ചക്കറികളൊക്കെ മുറിച്ചു തുടങ്ങി. ആദ്യം ഞങ്ങൾ അധികമൊന്നും സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും പച്ചക്കറികൾ ശ്രദ്ധാപൂർവ്വം മുറിക്കുന്നതിൽ നല്ലവണ്ണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാനപ്പോൾ മമത ആൻറ്റിയൊന്ന് നോക്കി. അവളുടെ ഇരിപ്പിടം തികച്ചും ശ്രദ്ധ തിരിക്കുന്നതായിരുന്നു. എന്നെ സമ്മതിക്കണം, മമത ആൻറ്റി അവളുടെ സാര ധരിച്ച രീതിയിൽ അതൊക്കെ എന്താ പറയുക, വയറൊക്കെ അല്ലേ നല്ലവണ്ണം കാണിക്കത്തക്ക രീതിക്ക്, പ്രത്യേകിച്ച് ആ ബ്ലൗസിന് താഴെയുള്ള നെക്കിനൊക്കെ അല്ലേ, അതിലൂടെ പിളർപ്പൊക്കെ അല്ലേ, അതൊക്കെ നല്ലവണ്ണം കാണുകയും ചെയ്യും. അവളുടെ സമൃദ്ധമായ അവിടേക്ക് നോക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ തുളുമ്പി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിപ്പോവില്ലേ അല്ലേ, നോക്കാതിരുന്നാൽ മോശമല്ലേ. അങ്ങനെ അവിടെ നിന്നും, അതായത് ആ സാരിപ്പല്ലല്ലേ, അവിടെ നിന്നും കുറച്ചകന്ന് പോയിരുന്നു. ആ കൈകളൊക്കെ ചലിപ്പിച്ച് പച്ചക്കറികൾ മുറിക്കുന്നതിനിടയിൽ അതിങ്ങനെ പരസ്പരം ആടുകയും വീർക്കുകയും വിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു. ആ സ്ട്രാപ്പുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും അതൊന്ന് പുറത്തേക്ക് നോക്കുന്നതും എനിക്ക് നല്ലവണ്ണം കാണാം. എനിക്കാണേ ചെറിയ രീതിക്കൊരിതൊക്കെ ആയിത്തുടങ്ങി. എന്നാൽ ഞാനത് നിയന്ത്രിക്കാനും ചുമതലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിച്ചു. എന്നിരുന്നാലും അതേസമയം അത് വിചിത്രമായിരുന്നു. അവളെൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് പിടിച്ചു. അവൾ എനിക്ക് നൽകുന്ന ആ ഷോയെക്കുറിച്ച് അവൾക്ക് അറിയാമായിരുന്നുവെന്ന് എനിക്ക് കരുതിപ്പോകുന്നു. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമാണെന്നോ ഞാൻ അതുവരെ അത് മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അവളുടെ സംഭാഷണം അവളുടെ കുഞ്ഞിലേക്ക് മാറി. കൃത്യസമയത്ത് അവളുടെ കുഞ്ഞുണർന്നു കിടപ്പുമുറിയിൽ നിന്ന് കരയാൻ തുടങ്ങുകയും ചെയ്തു. അയ്യോ, അവൻ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ ആവശ്യത്തിന് കുടിച്ചിട്ടുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, പച്ചക്കറിയൊക്കെ മുറിച്ച് പൂർത്തിയാക്കും. ഞാൻ മുറിയിൽ അവന് ഭക്ഷണം കൊടുക്കട്ടെ. നീ പൂർത്തിയാക്കുമ്പോൾ വരൂ, ഓക്കെ അല്ലേ? മമത ആൻറ്റി വേഗം കൈകൾ ആ പല്ലു, അതായത് സാരിപ്പല്ലിൻ്റെ അറ്റം കണ്ടെത്തടച്ച് മുറിയിലേക്ക് ഒരൊറ്റ ഓട്ടം. അവൾ ഓടുമ്പോൾ അവളുടെ സാരിക്കുള്ളിൽ അവളുടെ അപ്പുറം ഇതില്ലേ, അതൊക്കെ നല്ലവണ്ണം ഞാൻ കണ്ടു. ഇട്ടിരുന്നതിൻ്റെ രൂപരേഖ തന്നെ കാണാൻ സാധിക്കും. എൻ്റെ കോഴിയാണെ പൂർണ്ണ ശ്രദ്ധയിലായിരുന്നു. ഞാൻ വേഗത്തിൽ ചുമതലയൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ പച്ചക്കറികളൊക്കെ മുറിച്ച ശേഷം ഒരു കവറിൽ പൊതിഞ്ഞ് തീൻമേശയിൽ വെച്ചു. ഞാൻ മമത ആൻറ്റിയുടെ കിടപ്പുമുറിയിലേക്ക് അവൾ എന്താ ചെയ്യുന്നത് കാണാൻ പോയി. മാത്രമല്ല, അവളുടെ ആ മാദകവും പാകമായതുമായ ശരീരം വീണ്ടും വീണ്ടും കാണാൻ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു. മമത ആൻറ്റീന്ന് അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് കളിയാക്കുന്നതായി അവന് തോന്നി. ഞാനാണേ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നടന്നു. അവളൊരു കസാരയിരുന്ന് കുഞ്ഞിനെ അത് കൊടുക്കുക. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അവളുടെ ആ ഇട്ടത് തുറന്ന് വെച്ചിരിപ്പുണ്ട്.
ഞാൻ മുറിയിലേക്ക് വരുന്നത് കണ്ട് അവളൊന്ന് ചിരിച്ചു. ഞാൻ അല്പം ഞെട്ടിപ്പോയി. യാഥാസ്ഥിതികയായ എൻ്റെ ആൻറ്റി അവളുടെ അനന്തരവനായ എന്നോട് അതിൻ്റെ ഒരു നിശിതമായ ഭാഗം കാണിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ശീലമൊന്നുമില്ല. പക്ഷേ എൻ്റെ പെട്ടെന്നുള്ള പ്രവേശനത്തിൽ ആൻറ്റി ഒരു പ്രതിഷേധവും കാണിച്ചില്ല. അവൾ പുഞ്ചിരിയോടെ കുഞ്ഞിനെ അത് ഊട്ടുകയായിരുന്നു. അത് ഉചിതമാണോ എന്ന് ഞാനിങ്ങനെ ഊഹിച്ചു. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവളുടെ അടുത്ത് നടന്ന് എടുക്കുന്നത് നോക്കാതിരിക്കാൻ ഞാൻ നല്ലവണ്ണം ശ്രമിച്ചു. ഇവിടെ നിന്ന് നടക്കാനല്ലേ. അവളുടെ അപ്രകടമായ അവിടെ നിന്ന് എൻ്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ ഞാനിങ്ങനെ സംഭാഷണം തുടർന്നു. എന്താണെന്നല്ലേ, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചു തുടങ്ങി. അധികം വൈകാതെ തന്നെ അവൾ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് തീർത്ത് കുഞ്ഞിനെ മാറ്റി. അപ്പോഴാണ് അവളുടെ ഇടതും എനിക്ക് വ്യക്തമായത്. അവളുടെ അത് ഞാൻ സങ്കല്പിച്ചതിലും വലുതായിരുന്നു. അതും തികഞ്ഞ വൃത്താകൃതിയിൽ. ഇളം തവിട്ട് നിറത്തിലുള്ളൊരു ചർമ്മം, പിങ്ക് കലർന്ന തവിട്ട് നിറത്തിലുള്ള അതിങ്ങനെ കാഴ്ചയ്ക്ക് വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ അറ്റത്തൊരു ചെറിയ തുള്ളി അതിങ്ങനെ ഞാൻ കണ്ടു. അവളുടെ ആ തുറന്ന് കിടക്കുന്നതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തൽക്ഷണം വരാനാവുന്ന അവസ്ഥയായി. അവളുടെ അനാവൃതമായ അതെല്ലാം വീണ്ടും ഒരു കൊട്ടുമുടി പിടിപ്പിച്ചപ്പോൾ അത് തന്നെ അവളുടെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടത്തി ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് അതിങ്ങനെ മറച്ചു പിടിച്ചു. എന്നിട്ട് മമത ആൻറ്റി നിവർന്നിരുന്നു. ഏതാണ്ട് പൂർണ്ണമായി നിവർന്നു. അവൾ കുഞ്ഞിനെ തോളിലേക്ക് ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ പുറകിൽ ചെറുത്ത തലോടിക്കൊണ്ട് കുഞ്ഞിനെ പൊട്ടിത്തെറിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുഞ്ഞുറക്കിയെന്ന് പൊട്ടിത്തെറിച്ചു. ആൻറ്റി ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ ചിരിച്ചു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരം ഒന്നായിരുന്നു അത്. എന്തിനാ ആൻറ്റി ചിരിക്കുന്നത് ഞാൻ ചോദിച്ചു. അവനെങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് വളരെ മനോഹരമായി തോന്നി. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവനിപ്പോൾ ഉറങ്ങിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവളെന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ തൊട്ടിൽ കിടത്താൻ നിനക്ക് വിരോധമുണ്ടോ രാജേഷേ? എൻ്റേത് ശാന്തമാക്കാനുള്ള ശ്രമത്തിൽ ഞാനൊരല്പം മടിച്ചു. അയ്യോ രാജേഷേ, നീ ഇത് മുമ്പ് ചെയ്യാത്ത പോലെയല്ലേ. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അതിൻ്റെ നിയന്ത്രണമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുഞ്ഞിനെ എൻ്റെ കൈകളിലെടുത്ത് അത് ചെയ്യുന്നതിനിടയിൽ എൻ്റെ കൈകളുടെ പിൻഭാഗം അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തലോടി. അതിൻ്റെ ചൂടെനിക്ക് നല്ലവണ്ണം അനുഭവപ്പെട്ടു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ഞാൻ തിരികെ വന്ന് കട്ടിലിരുന്നു. എൻ്റെ കാഠിന്യം കൈ കൊണ്ട് മറയ്ക്കാൻ ഞാൻ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. ഞാനത് ചെയ്യുന്നത് കണ്ട മമത എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജേഷേ? ഒന്നുമില്ല ആൻറ്റി, ഞാൻ പിറുപിറുത്തും. വരൂ, എന്നെ നിങ്ങളുടെ സുഹൃത്തെ കണക്കാക്കൂ, അമ്മയല്ല. എനിക്ക് നിനക്ക് 10 വയസ്സ് മാത്രമേ മൂപ്പുള്ളൂ. എനിക്ക് നിങ്ങളുടെ പ്രായമായിരുന്നു. യുവതലമുറയുടെ പ്രണയത്തെക്കുറിച്ച് അറിയാം. സത്യസന്ധ എന്നോട് പറയും, നിനക്ക് എന്നെ ആകർഷമായി തോന്നുന്നുണ്ടോ? മമത ചിരിച്ചിട്ട് സംസാരിച്ചു. തുറന്ന് പറയുന്നത് കേട്ട് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക. ഞാൻ അവളുടെ നേരെ തലയാട്ടി. അതെയോ ഇല്ലയോ പറ രാജേഷേ? മമത ആൻറ്റി വീണ്ടും ചോദിച്ചു. എൻ്റെ അവിടെ ഇങ്ങനെ കൈകളിങ്ങനെ നോക്കി. ഇപ്പോൾ ഞാൻ അവളൊരു സ്ത്രീയായിട്ടാണ് നോക്കിയത്, അനിയത്തിയായിട്ടല്ല. ഫാൻ ഫുൾ സ്പീഡിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അതൊക്കെ നാക്കന്ന് ഇറുക്കി വെളുത്ത ഇതിൽ പൊതിഞ്ഞ്
അവിടെ അതൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. അതൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് ആ കണ്ണുകളൊക്കെ നല്ല വ്യക്തമായിട്ട് ആ സ്ഥലത്ത് കാണാം. ഞാൻ അവളുടെ നടുവിലേക്കൊന്ന് നോക്കി. വയറ്റിലധികം മാംസം കാണാം, അതിന് മടക്കുകളും ഉണ്ടായിരുന്നു. ക്രീം നിറമുള്ള വയറിൽ കുറച്ച് തുള്ളികൾ ഞാൻ കണ്ടെത്തി. കുഞ്ഞിതാക്കല്ലായിരുന്നോ? അങ്ങനെ എൻ്റെ കോഴി കൂടുതൽ കൂടുതൽ തലയുയർത്തി തുടങ്ങി. മമനായാലും ഞാൻ വയറിലേക്ക് നോക്കുന്നത് കണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ആ തുള്ളികളും കണ്ടു. തല ഉയർത്തി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ആ വിചിത്രമായ കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തായിരിക്കും ആ വിചിത്രമായ കാര്യം എന്നല്ലേ? രാശേ, എൻ്റെ വയറിലത് വൃത്തിയാക്കാനായിട്ട് സഹായിക്കുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടോ? നോക്കൂ, അതിങ്ങനെ കുടിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കുറച്ച് ചീറ്റിരിക്കുന്നു. അവളുടെ അസാധാരണമായ അഭ്യർത്ഥനയിൽ അല്പം അസ്വസ്ഥത തോന്നി ഞാൻ. അതൊന്നും കാണിക്കാതെ കട്ടിൽ കിടന്നിരുന്ന ടവലിലേക്ക് എത്തി. ഇല്ല, തൂവാല കൊണ്ടല്ല, നാവ് കണ്ട്. എന്നോടാ നിങ്ങൾക്ക് എന്നത് രുചിക്കാൻ ആഗ്രഹമില്ലേ? മമത ആൻറ്റി ചുണ്ടിലൊരു പുഞ്ചിരിയോടെ എന്നെ ചോദിച്ചു. അവൻ സീരിയസ് ആണോ അതോ തന്നെ കളിയാക്കണമെന്ന സംശയത്തിൽ ഞാനൊരു നിമിഷം നിർത്തി അവളെ ഒന്ന് നോക്കി. അവളെ ഏറ്റവും മോശമായൊരു പുഞ്ചിരി സമ്മാനിച്ചു എന്ന് ഞാൻ പ്രതികരിച്ചു. അവളാണേ വീണ്ടും അത് എന്നെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഉറപ്പാണോ? എന്നിട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു. ഉറക്കെ സംസാരിക്കരുത്, കുഞ്ഞു ഉറങ്ങിയതല്ലേ ഉള്ളൂ. ഒരു നല്ല കുട്ടിയെ പോലെ വന്ന് എൻ്റെ വയറ്റിൽ നിന്ന് അതങ്ങ് എടുക്കുക. ചുരിയുണ്ടായിരുന്ന ഏതാനും തുള്ളി പാലിലേക്ക് അവളൊന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവളുടെ അസാധാരണമായ അഭ്യർത്ഥന കേട്ട് ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലായി. എങ്ങനെ ആശയക്കുഴപ്പത്തിലാവാണ്ടിരിക്കും? നിങ്ങളതിനൊന്ന് പറഞ്ഞ്. ഇങ്ങനെയൊക്കെ ഒരാൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്തംഭിച്ചു പോകില്ലേ? ഇതാ എൻ്റെ സ്വപ്നത്തിലെ അമ്മായി അവളുടെ വയറ്റിൽ നിന്ന് ആരൊക്കെ എടുക്കാനോട് ആവശ്യപ്പെടുന്നു. മുഴുവൻ സാഹചര്യത്തെക്കുറിച്ചും എനിക്ക് അനിശ്ചിതത്വമുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അത് പൂർണ്ണമായിട്ട് വികസിപ്പിച്ചിരുന്നു. അമ്മായി പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് കരുതി ഞാൻ കട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അടുത്തേക്ക് ചെന്ന് അവളുടെ മുന്നിലിങ്ങനെ തറയും മുട്ടി നിന്നു. ഞാൻ എൻ്റെ 2 കൈകളും അവളുടെ ചൂടുള്ള അവിടെ ഇങ്ങനെ വെച്ചിട്ട് അവൾ പറഞ്ഞിണക്കുന്ന ചെയ്തു. അതിന് രുചിയിൽ നിന്നും ഘടനയിൽ അല്പം കനക്കൊണ്ടതായും ഞാൻ കണ്ടെത്തി. മമത ആൻറ്റി ഒരു ചെറിയ സുഖം വിട്ടു. ഞാൻ അവളുടെ അടക്കിതാക്കിയപ്പോൾ ആ പേശിയിലൊക്കെ ചുരുങ്ങുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടൊരു ചെറിയ ഗന്ധവും ഒരു പെർഫ്യൂമും അവളുടെ സ്വാഭാവിക ഗന്ധവും ഇട്ടകലർന്നൊരു മണം അതെനിക്ക് നല്ലവണ്ണം അനുഭവപ്പെട്ടു. നിനക്കത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എൻ്റെ ഒരു രുചിയുണ്ടോ? അതേ വശീകരിക്കുന്നൊരു മോശമായ പുഞ്ചിരിയോടെ എന്നോട് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിലും മധുരം രുചിച്ചു. ഞാനൊരു പരിഭ്രമത്തോടെ പറഞ്ഞു, കൊള്ളാം, എനിക്കും അത് വളരെ നല്ലതായി തോന്നി. നീ ഇനി എന്നെ വീണ്ടും ഇതാക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കീച്ചുണ്ട് കടിച്ചുണ്ട് എന്നെ നോക്കി മമത ആൻറ്റി പറഞ്ഞു. എൻ്റെ ഇറുക്കിയ പാനിനുള്ളിൽ എൻ്റെ കോഴിക്കുട്ടൻ വളരെ കഠിനമായി കണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ അത് തെറ്റാണെന്നൊക്കെ എനിക്കറിയാം. എതിർക്കാൻ കഴിയാത്ത എന്തോ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത്തവണ അവളുടെ അത് ഇതാക്കി എൻ്റെ അതൊക്കെ നനച്ചുകൊണ്ട് അവളെ പറഞ്ഞ പരിപാടി ഒന്ന് ചെയ്തു കൊടുത്തു. അവളുടെ കൈകൾ പെട്ടെന്ന് എൻ്റെ തലയുടെ പിൻവശം ബലമായി പിടിച്ചു. ഞാനാണ് അവിടെ താഴെ ചെറിയൊരു പരിപാടിയില്ല എന്നാണ് മനസ്സിലായില്ലേ?
അപ്പോൾ കൈ ഇങ്ങനെ തലയിൽ രോമത്തിൽ ചെറുതായിട്ട് പിടിച്ച് വലിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്കാണെങ്കിൽ കൂടുതൽ സന്തോഷകരമായ അനുഭവം കിട്ടി. അവളുടെ ആഴത്തിലുള്ള ഓരോന്നിങ്ങനെ ആസ്വദിച്ചറിയുമ്പോൾ ഞാൻ ശരിക്കും നല്ലവണ്ണം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ആൻറ്റിയാണേ ഒരു എതിർപ്പും കാണിക്കുന്നുമില്ല. നല്ലവണ്ണം എൻ്റെ ഒപ്പം ആ താളത്തിനൊത്തങ്ങത്തുള്ള അവളിൽ നിന്നും ഒരു പ്രത്യേക ഗന്ധം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് എന്തിൻ്റെ ഗന്ധമായിരുന്നോ? അങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ഇടയ്ക്കിടെ സുഖത്തിൻ്റെ ഒരു ചെറിയ ഞരക്കം പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ അകത്തേക്കും പുറത്തേക്കും ശ്വാസം മുട്ടിക്കുമ്പോൾ അവളുടെ അതിങ്ങനെ താഴേക്കും മുകളിലേക്കും ഉയരുന്നതും അതിൻ്റെ വായും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കത്തക്ക രീതിക്കുള്ള അവളുടെ അരുതും ഒക്കെ എൻ്റെ സ്വർഗം കാണിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെയൊക്കെ കാണുന്നത്, അതും എൻ്റെ സ്വപ്ന സുന്ദരിയായിരുന്ന എൻ്റെ അമ്മായിയുടെ. അതുപോലൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നല്ല മൊത്തത്തിൽ ക്ലീനാക്കി പൂർണ്ണമായിട്ടും നല്ല ആകൃതിയിലൊക്കെ ആയിട്ടുള്ളൊരു ഇത് തന്നെയായിരുന്നു താഴെ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, കണ്ടിട്ട് എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഞാൻ പറഞ്ഞു, ആ ഇത് മനോഹര. അങ്ങനെ അവൾ എന്നോട് ഒരു കുസൃതിയായിട്ട് ചോദിച്ചു, കന്നഡയിൽ രാജേഷിനെ എന്താ വിളിക്കുന്നതെന്ന്. എന്തായിരിക്കും നിങ്ങൾക്കറിയോ? നിങ്ങളുടെ പേരിൻ്റെ കന്നഡ എന്തായിരിക്കും? അങ്ങനെ ഞാൻ തല ഉയർത്തി അവളെ നോക്കി. എന്തിനാണ് ആ സ്ലാങ് വാക്ക് കേൾക്കാൻ അവൾക്ക് ഇത്ര കൗതുകം തോന്നിയത്? എന്തായാലും ഞാൻ പറഞ്ഞു, അതിനെ തുള്ള് എന്ന് വിളിക്കുന്നു ആൻറ്റീന്ന്. മോശമല്ല, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ രാജേഷ്. ഇനി പറയ്, അതിൻ്റെ പേരെന്താ? അപ്പോൾ ഞാൻ പേരങ്ങ് പറഞ്ഞു കൊടുത്തു. ശരി, എൻ്റെത് മറ്റെന്തെങ്കിലും ചെയ്യാൻ കാത്തിരിക്കുന്നു നീ? അതിങ്ങനെ ഞാൻ നല്ലപോലെ ആക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കുക, അതും ഒരു നാണമില്ലാതെ, സഹായം പോലെ. എന്താല്ലേ? എന്നിട്ട് അവൾ എന്നെ പറയാ, ഞാൻ നിന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നീ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല, ഓപ്ഷനില്ല മോനെ. നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. ഈ രഹസ്യം നിന്നെ സൂക്ഷിച്ചോ. നീ എന്നെ സഹായിച്ചാൽ പറഞ്ഞ നിന്നെയും സഹായിക്കും. എന്നിട്ട് താഴെ നല്ലവണ്ണം ഈ വണ്ട് തേൻ കുടിക്കില്ലേ, അതുപോലെ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുക, എന്നെ സഹായിച്ചത് നിന്നെ സഹായിക്കും, എനിക്ക് എന്ത് സഹായിക്കില്ലേ എന്നൊക്കെ ഓരോന്ന് ഉദ്ദേശിച്ചെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അവൾ എനിക്ക് നല്ലൊരിത് തരുമോ, അതോ മറ്റൊന്ന് സമ്മതിക്കോ? എന്തൊരു നരകമല്ലേ! എൻ്റെ സ്വപ്നത്തെ സ്ത്രീയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനും കൂടുതൽ ലഭിക്കുന്നു. ഒട്ടനെയുള്ള ദൗത്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ 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 ഓരോന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം വളരെ വേഗത്തിലിടിക്കാൻ തുടങ്ങി. അതെൻ്റെ നെഞ്ചിൽ നിന്ന് പുറത്ത് വരുന്ന അവസ്ഥ പോലെ എനിക്ക് തോന്നി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ബയോളജി ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ നയിക്കണമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അവസാനം അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് ചെയ്യത്തക്ക രീതിക്ക് നമ്മുടെ ആൻറ്റിക്കും ആവശ്യം അതാണല്ലോ. അപ്പോൾ ആൻറ്റി ചോദിച്ചു, ഇത്രയ്ക്കൊക്കെ ആയോ എൻ്റെ മോനിക്കെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സങ്കല്പിക്കാൻ വയ്യ ആൻറ്റി. എന്നെ വാതിക്കലിതാക്കിയില്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉയർന്നു. നിങ്ങൾ കുഞ്ഞിനത് കൊടുക്കുമ്പോൾ അകത്ത് തന്നിരിക്കുന്നതൊക്കെ കണ്ടില്ലേ, അപ്പോൾ പൂർണ്ണമായി. പിന്നെ വയറുമേയുള്ളത് സെറ്റാക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ശരിക്കും നിങ്ങൾ വഷളാക്കി. ഒരു വിശക്കുന്ന സിംഹത്തെ പോലെ
നിങ്ങൾ എൻ്റെ മേൽ കുതിക്കുന്നെന്ന് കരുതി കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോൾ ഞാൻ മനഃപൂർവ്വം അത് തുറന്നു കാട്ടി തന്നെയാണ്. പക്ഷേ നീ ചെയ്തില്ല. അതുകൊണ്ട് നീ വീണ് പോകുമെന്ന് കരുതി എന്നെ അവിടെ ഇതാക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ നീ അതങ്ങ് ചെയ്തു. നീ എന്നെ അത് നക്കുമ്പോൾ എൻ്റെ അവിടെ അങ്ങ് നിറഞ്ഞു. അതിനാൽ ഞാൻ എൻ്റെ അവിടെ നിനക്ക് നല്ലവണ്ണം തുറന്നു തന്നില്ലേ. നല്ലവണ്ണം ഒരു ജ്യൂസ് നീ അങ്ങ് വലിച്ചു കുടിച്ചു. ഇനി ഞാൻ നിൻ്റെ കുട്ടനെന്ന് കാണട്ടെ. എൻ്റെ കുട്ടനെ കാണാനുള്ള ആകാംക്ഷയോടെ മമത ആൻറ്റി നേരെ ഇരുന്നിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മമത ആൻറ്റി രാജേഷിൻ്റെ കുട്ടനെ കണ്ടോ? അടുത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് വേഗം തന്നെ കേൾക്കാം. ബൈ.